everyone, it's me Sabita Charles from Poothirans. ഇന്ന് നമ്മൾ കാണുന്നത് പോളിക്കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പോളിക്കോട്ടൺ മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കൊണ്ടുവന്നതെല്ലാം തന്നെ കാംബ്രിക് കോട്ടൺ അല്ലെങ്കിൽ 40s by 40s ആയിട്ടുള്ള കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പോളിക്കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ അല്ല. എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വന്നിരിക്കുന്നത് 41 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ. നമ്മൾ ഇത്ര നാൾ ചെയ്തതൊക്കെ 44 ഇഞ്ച് വിഡ്ത്തിലായിരുന്നു. ഇത് വന്നിരിക്കുന്നത് 41 ഇഞ്ച്, അതായത് 41 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. പ്രൈസ് ഞാൻ പറയുന്നു 79 റുപ്പീസ് പെർ മീറ്ററിലാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിന്റ്സ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ അധികം തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാം തന്നെ ഓരോരോ മെറ്റീരിയലും ഇൻക്ലൂഡ് ചെയ്യാനുള്ള എന്താ പറയുന്നത്, അതിനുള്ള ഒരു ഓട്ടത്തിന്റെ ഇടയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാന്തയിലുള്ള ഒരുപാട് ഫാബ്രിക് നമ്മൾ എടുത്തിരുന്നു. എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ട് ആകാറായി. ഒരു ലാസ്റ്റ് 2-3 കളേഴ്സും കൂടി നമ്മൾക്ക് ഇനി വീഡിയോയിൽ വരാനുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ ഞാനിങ്ങനെ നിങ്ങളുടെ കമന്റ്സ് വായിച്ചിട്ട് റിക്വയർമെന്റ് അനുസരിച്ച് ഞാനിങ്ങനെ മെറ്റീരിയൽ എല്ലാം പ്രൊക്യൂർ ചെയ്യുന്നതിന്റെ ഒരു തിരക്കിലായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പോളി കോട്ടൺ ഫാബ്രിക്കിലുള്ളതാണ്. അപ്പൊ പോളിക്കോട്ടൺ എന്ന് പറയുമ്പോൾ കുറച്ചധികം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫാബ്രിക് ആണ്. പ്യുവർ കോട്ടണിനെക്കാളും കുറച്ചധികം ലാസ്റ്റ് ചെയ്യും. പക്ഷെ നമുക്ക് എപ്പോഴും പ്യുവർ കോട്ടൺ ആവശ്യമുള്ളവര് ഞാൻ കാണിക്കുന്ന കാംബ്രിക്കോ അല്ലെങ്കിൽ 40s by 40s ആയിട്ടുള്ള കോട്ടൺസ് ആണ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചധികം ലൈറ്റ് കളേഴ്സും അതുപോലെ ഡാർക്ക് കളേഴ്സും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇനി നമുക്ക് സീസൺ വരികയാണ്, ഹോട്ട് സീസണിലേക്ക് സമ്മർ സീസണിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, കോട്ടൺ ഫാബ്രിക്സ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. കൂടുതൽ തന്നെ കാംബ്രിക്കും അതുപോലെ 40s by 40സും അതുപോലെ സോഫ്റ്റ് കോട്ടണിൽ ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ പുറകിലാണ് ഇപ്പോൾ. കുറച്ചു പേരൊക്കെ വീഡിയോ കാണുമ്പോൾ വളരെയധികം നിരാശയാണ്, എന്താ പറയുക, ഡിസപ്പോയിന്റ് ആയി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്ന കാണുന്നുണ്ട്. ആക്ച്വലി നമ്മൾ കുറേ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓൺ ദി വേ ആണ്, എത്തിച്ചേരാനുള്ള താമസമേ ഉള്ളൂ. നിങ്ങളുടെ പോലെ തന്നെ ഞാനും ഒരുപാട് എന്താ പറയുന്നത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അത് വന്നിട്ട് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് പോളിക്കോട്ടൺ ഫാബ്രിക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്തിട്ട് വേണം കേട്ടോ പർച്ചേസ് ചെയ്യാനായിട്ട്, ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവര്. അതുപോലെ തന്നെ വീഡിയോനകത്ത് ഞാൻ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വീഡിയോനകത്ത് ഫുള്ളായിട്ട് പ്രൈസും വിട്ടും മാത്രമാണ് അധികം പറയുന്നത്. എന്നിട്ടും നിങ്ങളിൽ പലരും പ്രൈസ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് പലർക്കും തന്നെ മെസ്സേജ് റിപ്ലൈ ചെയ്യാൻ വൈകി പോകുന്നു. വീഡിയോനകത്ത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ പ്രൈസ് പറയുന്നുണ്ട്. അപ്പോൾ ചിലർ എൻ്റെ അടുത്തൊരു ഓപ്ഷൻ പറഞ്ഞു, നിങ്ങൾ പ്രൈസ് അതിനകത്ത് ഇങ്ങനെ എഴുതി കാണിച്ചാലും മതിയെന്ന്. പക്ഷെ എഴുതി കാണിച്ച വീഡിയോനകത്തും ആൾക്കാർ പ്രൈസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, പ്രൈസ് ഒന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പ്രൈസ് ആണ് പറയുന്നത്. ചിലരൊക്കെ വീഡിയോയുടെ ലാസ്റ്റിലാണ് പ്രൈസ് പറയുന്നത്. പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് വീഡിയോയുടെ ഫുള്ളായിട്ട് തന്നെ പ്രൈസ് പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മുടെ ഓഫീസ് എന്താ പറയാ എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട്. അക്കൗണ്ടിങ്ങിലേക്കായിട്ടും അതുപോലെ ബില്ലിങ്ങിലേക്കായിട്ടും സെയിൽസിലേക്കൊക്കെ ആയിട്ട് സ്റ്റാഫിന് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ടീമുമായിട്ട് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് മാത്രം കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ എഴുതി കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് മാത്രം നിങ്ങൾ എന്താ പറയുന്നത് സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ ടീമായിട്ടോ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അതുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഈ റണ്ണിങ് മെറ്റീരിയലിന്റെ വീഡിയോ ആവശ്യപ്പെടുന്ന നമ്പറിലേക്ക് ആരും തന്നെ ആ കാര്യം അയക്കരുത്. നമുക്കത് റണ്ണിങ് ഫാബ്രിക്കിന്റെ റിക്വയർമെന്റ് തന്നെ നമുക്ക് റിപ്ലൈ ചെയ്ത് വരാൻ ഡിലേ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെയും പറയുകയാണ്, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് മാത്രം നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റ അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. എല്ലാം തന്നെ നമ്മൾ ലേഡി സ്റ്റാഫിനെയാണ് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിങ് ഹെഡ്, അതുപോലെ തന്നെ സെയിൽസ് സ്റ്റാഫ്, ബില്ലിംഗ് സ്റ്റാഫ്, ഈ ഒരു പൊസിഷനിലേക്കാണ് നമ്മളിപ്പോൾ ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടു തുടങ്ങാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം തന്നെ പോളിക്കോട്ടൺ ഫാബ്രിക്കിലാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പോളിസ്റ്ററും കോട്ടനും കൂടി മിക്സ് ആയി വന്നിട്ടുള്ള ഫാബ്രിക് ആണ്. കംഫർട്ടായിട്ട് വെയർ ചെയ്യാനൊക്കെ പറ്റുന്ന പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. 41 ഇഞ്ച് വിട്ടേ ഉള്ളൂ കേട്ടോ. പറയുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്കിലും നിങ്ങൾ പലരും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനും ഇത്രയധികം റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ കാണുന്നത് ഒരു ബാത്തിക് പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്.
നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും പോകുന്നത്. നേവി ബ്ലൂവും ഒരു ഓഫ് വൈറ്റും കൂടെ വന്നിട്ടുള്ള ഒരു ബാത്തിക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. 41 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 79 രൂപ, 79 റുപ്പീസ് പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ തന്നെ വേറൊരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ തന്നെ നമുക്ക് 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു റെഡ് കളറിലാണ്, ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. എല്ലാ ഫാബ്രിക്കിനും തന്നെ 2 ഭാഗമുണ്ട്, അകവും പുറവും നമ്മൾ പറയില്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫോൾഡിങ് ഓപ്പൺ ചെയ്യുമ്പോൾ കളർ ചേഞ്ച് തോന്നുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ നമുക്കിത് ചെയ്യാം കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നൈറ്റിയോ അതല്ലെങ്കിൽ ടോപ്പോ കുർത്തിയോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്ന പോലെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ബാത്തിക് പ്രിന്റ് തന്നെയാണ്. ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഒരു കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡ്രസ്സ് വരുന്നത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിന്റെ ക്ലിയർ ആകും. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡില്ലേ, ആ ഒരു ഷെയ്ഡിലേക്കാണ് പോകുന്നത്. എല്ലാം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കളറാണ്. ഇങ്ങനെയാണ് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. 79 റുപ്പീസ് പെർ മീറ്റർ, 41 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പോളിക്കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ വന്നിട്ടുള്ള ഫാബ്രിക്കുകളാണ്. ബ്ലൂ കളറിനകത്ത് ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വരുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ പ്രിന്റ് പോകുന്നത് കേട്ടോ. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ പ്രിന്റ് പോകുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു പീച്ച് കളറിലുള്ളതാണ് കേട്ടോ. ഈ സെയിം പ്രിന്റ് തന്നെയാണ്. എല്ലാ പ്രിന്റിന്റെയും 4 കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ പാറ്റേൺ പോകുന്നത്. നെക്സ്റ്റ് വൺ ഈ സെയിം പ്രിന്റിൽ തന്നെ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളതാണ്. പോളിക്കോട്ടൺ ഫാബ്രിക് ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് 79 റുപ്പീസ് പെർ മീറ്ററിലാണ് കേട്ടോ. ഈ പ്രിന്റിൽ തന്നെ ലാസ്റ്റ് വന്നിട്ടുള്ളതും ഒരു പർപ്പിൾ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാം. ആ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻസ് എല്ലാം പോകുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള കളേഴ്സ് ആണ്. പോളിക്കോട്ടൺ ആണ് ഫാബ്രിക്. 79 റുപ്പീസ് പെർ മീറ്റർ, 41 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വേറൊരു പ്രിന്റ് ആണ്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാ പ്രിന്റിലും 4 കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമുക്കൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പൈൻ ട്രീയുടെ ഒക്കെ പ്രിന്റ് ഇല്ലേ, ആ ഒരു പ്രിന്റിന്റെ ഇതിനകത്താണ് വന്നിരിക്കുന്നത്. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഇതിനകത്തുള്ള കളേഴ്സ് വന്നിരിക്കുന്നത്. ലൈറ്റ് ഗ്രീനിൽ തന്നെ ക്രീം ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിന്റ് ആണ്. ക്ലോസ് വീല് കാണിക്കുമ്പോൾ നമുക്ക് അതിന്റെ പിക്ചർ ക്ലിയർ ആകും. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ്. അതിനകത്ത് സെയിം പ്രിന്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഗ്രീനിലുള്ള സെയിം പ്രിന്റ് തന്നെയാണ് ഇതിനകത്തും പോയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒത്തിരി കളേഴ്സും അതുപോലെ ഒത്തിരി ഡിസൈൻസും സെലക്ട് ചെയ്യാനായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പാറ്റേൺ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്, ഓണിയൻ പിങ്ക് കളറാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ബ്ലൂ കളറിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 79 റുപ്പീസ് പെർ മീറ്റർ, 41 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പാറ്റേൺസ് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഗ്രേ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. സമ്മർ സീസണിലൊക്കെ നമുക്കിനി സോഫ്റ്റ് ആൻഡ് എന്താ പറയുക ലൈറ്റ് കളേഴ്സ് ആയിരിക്കും കൂടുതലായിട്ടും നന്നാവുക. വെയർ ചെയ്യാനായിട്ട് കംഫർട്ട് കുറച്ചും കൂടി ലൈറ്റ് കളേഴ്സ് ആയിരിക്കും.
പിന്നെ നമ്മൾ കാണുന്നതെല്ലാം തന്നെ കുറച്ച് ലൈറ്റ് കളേഴ്സ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 79 rupees പെർ മീറ്റർ ആണ് കേട്ടോ. വിഡ്ത്ത് വന്നിരിക്കുന്നത് 41 ഇഞ്ച് വിഡ്ത്തിലാണ്. പോളിക്കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് വേറൊരു പ്രിന്റിലാണ്. ഒരു ആൽഫബറ്റിക് പ്രിന്റ് എന്നൊക്കെ പറയാം, പക്ഷെ അതിനകത്ത് എല്ലാ ആൽഫബറ്റും വരുന്നില്ല. പക്ഷെ ആ ഒരു മോഡലിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. ഞാൻ വേറെ ഇത് കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു പാറ്റേൺ പോകുന്നത്. 41 ഇഞ്ച് വിഡ്ത്തിൽ 79 rupees പെർ മീറ്റർ പോളിക്കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ്. സെയിം പ്രിന്റ് തന്നെയാണ്, കളേഴ്സിന് മാത്രമാണ്, ഫാബ്രിക്കിന്റെ കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് സ്മോക്ക് ഗ്രേ കളറിലാണ്. ഇത് നമ്മൾ ഇത്ര നേരം കണ്ട ഒരു ഡിസൈനിൽ ഈ ഒരു കളർ വന്നിരുന്നില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻസ് പോകുന്നത്. ലാസ്റ്റ് വൺ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് വൺ കാണുന്നതും ഈ സെയിം പ്രിന്റിൽ തന്നെ അതിനകത്ത് പോയിട്ടുള്ള ഡിസൈൻ കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പാറ്റേൺ പോകുന്നത്. നമ്മളിന്ന് കണ്ടതെല്ലാം തന്നെ പോളിക്കോട്ടൺ ഫാബ്രിക്കിൽ 41 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 79 rupees പെർ മീറ്ററിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആയിരുന്നു കണ്ടിരുന്നത്. ഇതെല്ലാം നമുക്ക് ടോപ്പോ ബോട്ടമോ അതല്ലെങ്കിൽ നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. പ്രൈസ് വന്നിരുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ്. 79 rupees പെർ മീറ്ററിലാണ് എല്ലാ ഫാബ്രിക്കിന്റെയും പ്രൈസ് വന്നിരുന്നത്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 rupees ആണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അടുത്തായിട്ട് ഒരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം.
8891060225 8891060225. ഞാൻ ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40x40 ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക, സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്, അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ, അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ഓപ്ഷൻ കൂടി തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothirans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHRANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത്, ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID ഒന്ന് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30 ഉണ്ട്, 8-നുണ്ട്, 8:30 ഉണ്ട്, 9-നുണ്ട്, 9:30 ഉണ്ട്, 10-നുണ്ട്. അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ട് ആകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ട് ആകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM-നാണ് നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.